ആഫ്റ്റർ 60യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കണ്ടിരിക്കേണ്ട ഇടം തന്നെയാണ് കാശ്മീർ. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ജമ്മു കാശ്മീരിൻ്റെ വടക്കു ഭാഗം അഫ്ഗാനിസ്ഥാനും ചൈനയുമാണ്. കിഴക്ക് ചൈന, തെക്ക് ഭാഗം ഹിമാചൽ പ്രദേശും പഞ്ചാബുമാണ്. പടിഞ്ഞാറ് വശം പാകിസ്ഥാൻ്റെയും പഞ്ചാബിൻ്റെയും അതിർത്തി പങ്കിടുന്നു. ജമ്മു കാശ്മീരിൻ്റെ വിസ്തീർണം ഏതാണ്ട് 222.326 ചതുരശ്ര കിലോമീറ്ററാണ്. ജമ്മു കാശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒന്ന് ഗുൽമാർഗ്, പഹൽഗാം, സോനാമാർഗ്, അതുപോലെ തന്നെ ഷാലിമാർ ഉദ്യാനങ്ങൾ, ഡാൽ തടാകം, കൂടാതെ ജമ്മുവിലെ വൈഷ്ണവദേവി ക്ഷേത്രം ഒന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ യാത്ര കന്യാകുമാരിയിൽ നിന്നും ജമ്മു കട്ടർ വരെ പോകുന്ന ട്രെയിനിലായിരുന്നു യാത്ര ചെയ്തത്. യാത്ര ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ പോകുന്ന പല പല സംസ്ഥാനങ്ങൾ കടന്നു പോകുന്ന ഈ യാത്ര ഒരു സുന്ദരമായ ഒരു അനുഭവം നമുക്ക് കിട്ടും. ഹിമസാഗർ എന്ന ട്രെയിനിലാണ് യാത്ര ചെയ്തത്. ജമ്മുവിലെ വൈഷ്ണവദേവി ക്ഷേത്രം ഇപ്പോൾ കാണാം. അതിരാവിലെ 3 മണിക്ക് എല്ലാവരും താമസിച്ച ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങി നേരെ ഹെലികോപ്റ്റർ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ 3 മണിക്ക് ക്യൂ നിന്നാലേ ഏതാണ്ട് 7 മണിയോടുകൂടി തുറന്ന് നമ്മൾക്ക് ടിക്കറ്റ് കിട്ടുന്നതാണ്. ഒരാൾക്ക് 2100 രൂപയാണ് വൺ സൈഡ് ചാർജ് ചെയ്യുന്നത്. നീണ്ട ക്യൂ നിന്ന് 7 മണിയായപ്പോൾ ക്യൂവിന് വളരെയധികം നീളം കൂടി. അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് കിട്ടിയാൽ ഉടനെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കൗണ്ടറിൽ കാണിച്ച് നമ്മൾക്ക് വൈഷ്ണവദേവി ക്ഷേത്രത്തിലോട്ട് പോകുവാൻ വേണ്ടി ഒരു ടോക്കൺ എടുക്കണം. ആ ടോക്കൺ നമ്മളുടെ കഴുത്തേൽ ഇട്ട് വേണം ഈ വൈഷ്ണവദേവി ക്ഷേത്രത്തിൽ പോകാം. ഹെലിപ്പാഡിൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വൈഷ്ണവദേവി ക്ഷേത്രം കാണാം. ബോർഡിംഗ് പാസ് കൗണ്ടർ കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ ഒരു കാറിൽ കയറ്റി ഈ ഹെലിപ്പാഡിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഹെലികോപ്റ്ററിൽ കയറേണ്ടത്. ഈ ക്ഷേത്രത്തിൽ ഫോട്ടോഗ്രാഫി അനുവദിക്കുന്നതല്ല. ഫോണും ചെറിയ ബാഗുകളും എല്ലാം അവർ തന്നെ വാങ്ങി ഒരു ബാഗിലാക്കി ഹെലികോപ്റ്ററിൽ വെച്ച് തരും. അങ്ങനെ നമ്മൾ ഹെലികോപ്റ്ററിൽ കയറി ക്ഷേത്രത്തിൽ ഇറങ്ങുമ്പോൾ വീണ്ടും തിരിച്ച് നമ്മൾക്ക് ഈ മൊബൈൽ ഫോണും അവരവരുടെ ബാഗുകളും നമുക്ക് തരും. ഞങ്ങൾ ഏതാണ്ട് 25 പേരാണ് ക്ഷേത്രത്തിലേക്കും തിരിച്ച് ഇങ്ങോട്ടും ഹെലികോപ്റ്റർ വഴിയാണ് വന്നത്. ഈ 4200 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ചിലവായി. ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള കാർഡാണ് ഈ കാണുന്നത്. അങ്ങനെ ഹെലിപ്പാഡിൽ നിന്നും ഓരോരുത്തരെ വരിയായിട്ട് ഹെലികോപ്റ്ററിൽ കയറ്റി. ഇവിടെ 2 കമ്പനികളാണ് ഹെലികോപ്റ്റർ സംവിധാനം ഒരുക്കി തന്നേക്കുന്നത്. ഈ 2 കമ്പനികളുടെയും ഓരോരോ ഹെലികോപ്റ്റർ വരികയും പോവുകയും ചെയ്യും. അത് പെട്ടെന്നാണ്. ഏതാണ്ട് ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ ദൂരമുള്ളൂ ഈ ക്ഷേത്രം വരെ. ഹെലികോപ്റ്ററിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ. ഹെലിപ്പാഡിൽ എത്തിയ ശേഷം അവിടെ നിന്ന് താഴേക്ക് ഏതാണ്ട് 3 കിലോമീറ്ററോളം നടന്നാൽ മാത്രമേ ഈ ക്ഷേത്രത്തിൽ എത്താൻ പറ്റുകയുള്ളൂ. നടന്നല്ലാതെ കുതിരയും ട്രോളിയും ഇവിടെ ഉണ്ട്. അതിൻ്റെ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൽ പോകാം. ഒട്ടുമിക്കവരും നടന്നു തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. വൈഷ്ണവദേവി ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ഒരു പുണ്യക്ഷേത്രമാണ്. ഇത് ജമ്മു കാശ്മീരിലെ കട്രയിൽ സ്ഥിതി ചെയ്യുന്നു.
എല്ലാ വർഷവും 1 കോടിയിൽ കൂടുതൽ ഭക്തർ ഇവിടെ വന്ന് പോകുന്നുണ്ട്. എപ്പോഴും ഹെലികോപ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. ക്ഷേത്രത്തിലേക്ക് പോകുവാൻ ട്രോളികളും കുതിരകളും ഇവിടെ ധാരാളം ഉണ്ട്. ത്രിപുട കുന്നുകൾക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഒരു ഗുഹാക്ഷേത്രം കൂടിയാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ സ്വയംഭൂവാണ്. 1 കോടിയിൽ കൂടുതൽ പഴക്കമുള്ള ഒരു ഗുഹാക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു. മഹാകാളി, മഹാസരസ്വതി, മഹാലക്ഷ്മി എന്നീ 3 പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇവിടെ ഒരു അത്ഭുത രീതിയിലുള്ള 3 തരത്തിലുള്ള കല്ലുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിനെ മഹാകാളി, മഹാസരസ്വതി, മഹാലക്ഷ്മി എന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി വളരെ വൃത്തിയുള്ളതും എപ്പോഴും മെയിൻ്റെനൻസ് ചെയ്യുന്ന ഒരു വഴി കൂടിയാകുന്നു. ഇതിലെ അങ്ങകലേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് ഹെലിപ്പാഡും കാണാം. ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണിത്. അതുകൊണ്ട് ഇവിടെ അധികം തിരക്കില്ല. ഈ ഗുഹാക്ഷേത്രത്തിന് 98 അടി നീളമുണ്ട്. ഈ ഗുഹയുടെ സമീപത്തായി മറ്റൊരു ഗുഹ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അടിക്കടി ഉണ്ടായിരുന്ന അപകടങ്ങളിൽ നിന്നും മാറ്റം വരുത്താൻ വേണ്ടിയായിരുന്നു ഈ ഗുഹകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അർജുനൻ തപസ്സനുഷ്ഠിച്ച ഗുഹയാണ് ഇതെന്നും പറയപ്പെടുന്നു. ഈ ഗുഹയുടെ ചരിത്രത്തെക്കുറിച്ചും ഉൽപ്പത്തിയെക്കുറിച്ചും പലതരം കഥകൾ പറയുന്നുണ്ട്. മഹാഭാരതവുമായി ബന്ധമുള്ള കഥകളാണ്. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്തെ പാണ്ഡവരുടെ വിജയത്തിനായി അർജുനൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എന്നും പറയപ്പെടുന്നു. 98 അടി നീളമുള്ള ഗുഹ കടന്നു വരിക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ ഗുഹയുടെ സമീപത്തായി മറ്റ് 2 ഗുഹ കൂടി ഉണ്ടാക്കിയിരിക്കുന്നത്. ചരംഗംഗ എന്ന നദിയെക്കുറിച്ച് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നദിയുടെ തുടക്കം ഇവിടെ നിന്നാണെന്ന് വിശ്വാസം. ഈ നദി വൈഷ്ണവദേവിയുടെ കാലടികൾക്ക് താഴെ നിന്ന് ഉത്ഭവിക്കുന്നു. ഈ ജലപ്രവാഹം മുറിച്ചു കടന്നാൽ മാത്രമേ ഭക്തർക്ക് ഗുഹയിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഇതുവരെ ആർക്കും അറിയില്ല എന്നതാണ് സത്യം. ഈ ഗുഹ എങ്ങനെ ഉണ്ടായി, ആരാണിവിടെ പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പോഴും ഒരു അറിവില്ല. ധാരാളം പ്രത്യേകതകളുള്ള ക്ഷേത്രമാണിത്. ഗുഹയ്ക്ക് ഏറ്റവും ഉള്ളിലായ പ്രധാന സ്ഥലമായ ഗർഭഗൃഹത്തിനും ഉള്ളിലായി മറ്റൊരു ഗുഹ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇവിടെ 9 മാസമുള്ള ഒരു കുഞ്ഞിനെ എങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നുവോ അതുപോലെയാണെന്ന് പറയപ്പെടുന്നു. ജനനത്തിൻ്റെ മഹാശക്തിയെ ഇത് സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കുട്ടികൾ ജനിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്രവും കൂടിയാണ് ഈ വൈഷ്ണോദേവി ക്ഷേത്രം. ഇവിടെ മുഖ്യമായ പ്രസാദമാണ് കൽക്കണ്ടവും നാണയവും. ഈ ക്ഷേത്രത്തിൽ പതിവായി വരുന്ന ഒരു ഭക്തയെ നമുക്ക് പരിചയപ്പെടാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബീന വിനോദ് കുമാർ. ആക്ച്വലി ഞാൻ കേരളത്തിൽ നിന്ന് ജനിച്ചത് വൈക്കം എന്ന സ്ഥലത്താണ്, കോട്ടയം ഡിസ്ട്രിക്റ്റ്. പക്ഷേ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്, ഞാൻ ഡൽഹിയിലാണ്. അപ്പോൾ കല്യാണം കഴിച്ച് വന്നപ്പോൾ മുതൽ വൈഷ്ണോദേവിയെ പറ്റി കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആദ്യമേ വൈഷ്ണോദേവിയിൽ വന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ മാരീഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ വൈഷ്ണോദേവിയായിട്ട് വളരെ എനിക്ക് അടുത്ത ബന്ധമുണ്ട്. നമ്മുടെ എല്ലാ ബ്ലെസ്സിങ്സും ദേവിയിൽ നിന്ന് കിട്ടുമെന്നാണ് ഇവിടെയുള്ളവരുടെ വളരെ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങളും ഞങ്ങളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്തപ്പോൾ വൈഷ്ണോദേവി വന്നത്. കുറഞ്ഞത് ഞാൻ ഇത്രയും നാളും കൊണ്ട് ഒരു 20-25 പ്രാവശ്യം ദർശിച്ചിട്ടുണ്ട് ദേവിയുടെ. വൈഷ്ണോദേവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ ആൾക്കാർ കാടുകളായിരുന്നു അന്നൊക്കെ. കാട്ടിൽ പോയിരുന്നപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിയുടെ കാലിൻ്റെ പാദമുള്ള 3 കല്ലുകൾ അവർക്ക് കിട്ടി. അപ്പോൾ ആ കല്ലിനെ വെച്ച് അന്നത്തെ ആൾക്കാർ പൂജിക്കാൻ തുടങ്ങിയതാണ്.
അപ്പം അങ്ങനെ നമ്മൾ പൂജിക്കുമ്പോൾ ഇവിടെ വേറെ സ്പെഷ്യലായിട്ട് ആരുടെ രൂപമോ ഭാവമോ ഒന്നുമില്ല. ആ 3 കല്ലാണ് നമ്മൾ തൊഴുമ്പോൾ. വലത്തെ സൈഡിൽ ആദ്യത്തെ കല്ല് എന്ന് പറയുന്നത് മഹാകാളിയും, നടുക്കലത്തെ കല്ല് വൈഷ്ണവി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. ഏറ്റവും ചെറിയ ഒരു കല്ല് പിണ്ടം എന്നാണ് അതിന് പറയുന്നത്, ഈ 3നും. അപ്പോൾ ആ പിണ്ടം മൂന്നാമത്തത് മഹാസരസ്വതിയായിട്ടാണ് നമ്മൾ അതിനെ വിശ്വസിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മുടെ എല്ലാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് ജീവിതത്തിൽ, എന്തെങ്കിലും നമുക്ക് ആശകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അത് ആ അഭിലാഷം പൂർത്തീകരിക്കാനായിട്ടും ആൾക്കാരെ ഇവിടെ പറയാറുണ്ട്. ഞാൻ അമ്മയെ കണ്ടു വന്ന് ഞാൻ അനുഗ്രഹം വാങ്ങിച്ചോളാം, എൻ്റെ ഈ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ, അങ്ങനെയും പറയുന്നവരുണ്ട്. അല്ലാതെ നമ്മൾ നോർമലായിട്ട് വരുന്നവരും ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ആരുടെയും രൂപത്തിലും ഇതിലും ഒന്നും പൂജിക്കുന്നില്ല. അതായത് ആരുടെയും ഒരു മൂർത്തിയായിട്ട് അങ്ങനെ വെച്ചിട്ടില്ല. പിണ്ടം എന്നാണ് അതിന് പറയുന്നത്. ആ കല്ലാണ് ഇന്നും അത് പൂജിക്കുന്നത്. നിങ്ങൾ വൈഷ്ണവി ദേവിയെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാൻ പറ്റുമേ. അപ്പം അതാണ് ഇതിൻ്റെ മഹത്വം. നിങ്ങൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും വളരെ ശക്തിയുള്ള ഒരു ദേവിയാണ്. ആക്ച്വലി നമ്മൾ 15 കിലോമീറ്റർ നടന്നാണ് നമ്മൾ മുകളിൽ ചെല്ലുന്നത്. പണ്ടൊക്കെ നടന്ന് മാത്രമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പല പുതിയ ജനറേഷനും പുതിയ ടെക്നോളജിയും വന്നപ്പോൾ പലതും ഈസി ആയിട്ട് നമുക്ക് പോകാനുള്ളതുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ആശിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹ സാധ്യത്തിനാണ് പോകുന്നതെങ്കിൽ നമ്മൾ നടന്ന് തന്നെ കയറുക. അതാണ് ഏറ്റവും അത് ഓൾമോസ്റ്റ് ഒരു 15 കിലോമീറ്റർ ഉണ്ട്. എല്ലാവർക്കും വളരെ നടന്ന് ചെല്ലുമ്പോൾ നമുക്ക് ദേവിയോടുള്ള നമ്മുടെ കുറേ കൂടെ വിശ്വാസം കൂടും. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ജയമാതാദി. അങ്ങനെ ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തി. അടുത്ത ദിവസം കാശ്മീരിലേക്കുള്ള യാത്ര തുടങ്ങിയായി. ജമ്മു കട്രയിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള യാത്രയാണിത്. എല്ലാ റോഡുകളും പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു 4-5 വർഷങ്ങൾക്കുള്ളിൽ തന്നെ കന്യാകുമാരിയിൽ നിന്നും ശ്രീനഗർ വരെ ട്രെയിൻ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യാത്രക്കിടയിൽ വഴിയോരങ്ങളിൽ മിക്കപ്പോഴും കൂട്ടം കൂടിയുള്ള ആടുകളുടെ മേച്ചിലും അതുപോലെ തന്നെ കുതിരയും പോത്തുകളെയും കൊണ്ടു നടക്കുന്നത് നമ്മൾക്ക് എപ്പോഴും കാണാവുന്ന ഒരു സ്ഥിരം കാഴ്ച തന്നെയാണിത്. ഹൈവേയുടെ വർക്കുകളെല്ലാം അതിവേഗം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിനകത്തെ ഉൾക്കാഴ്ചയാണിത്. ബസ്സിനുള്ളിലെ എല്ലാവരും അതീവ സന്തോഷവരാണ്. എല്ലാവരും ആടിയും പാടിയും അങ്ങനെ ഞങ്ങൾ ശ്രീനഗറിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
റോഡ് പണി മൂലമുള്ള ബ്ലോക്കാണിത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം തൊട്ട് നീങ്ങി ഞരങ്ങിയൊക്കെയാണ് ബസ് പോയിക്കൊണ്ടിരുന്നത്. ജമ്മു കട്രയിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള യാത്രയിൽ ധാരാളം ടണലുകൾ കടന്നാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 19 കിലോമീറ്റർ, 15 കിലോമീറ്റർ, അങ്ങനെ ചെറുതും വലുതുമായ ധാരാളം ടണലുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. ജമ്മു കാശ്മീരിനെ ഭൂമിശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ 3 നമുക്ക് തരംതിരിക്കാം. മൊട്ടക്കുന്നുകളും സമതലങ്ങൾ നിറഞ്ഞതുമായ ജമ്മു തടാകങ്ങൾ, നീല താഴ്വര മുതൽ ഉയർന്ന ചുരങ്ങൾ നിറഞ്ഞ പ്രദേശം, ചുരങ്ങൾക്ക് മുകളിലുള്ള മനോഹരവും ഉദാത്തവുമായ മഞ്ഞുമൂടിയ ഹിമാലയൻ പർവ്വത നിരകൾ, പൗരാണികമായ സിന്ധു നദി കാശ്മീരിൽ കൂടി ഒഴുകുന്നു. പോകും വഴി പല ക്ഷേത്രങ്ങൾ കണ്ടും പർവ്വതനിരകൾ കണ്ടും ഈ പർവ്വതങ്ങളുടെ മുകളിൽ മഞ്ഞു മൂടിക്കിടക്കുന്ന കാഴ്ചകളും കണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. കാശ്മീർ താഴ്വരയെ ഭൂമിയിലെ പറുദീസ എന്നും വിളിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ ജനങ്ങൾ കാശ്മീർ താഴ്വരകളിൽ ജീവിക്കുകയും കാശ്മീരി ഭാഷ സംസാരിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇവരെ കാശ്മീരികൾ എന്നും വിളിക്കാറുണ്ട്. സിന്ധു നദി കാശ്മീരിൽ കൂടി ഒഴുകുന്നു. ധാരാളം ഗ്രാമങ്ങൾ പോകും വഴി നമുക്ക് കാണാവുന്നതാണ്. കാശ്മീരിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സന്തുലിത കാലാവസ്ഥയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സുഖവാസ കേന്ദ്രം കൂടിയാണ് കാശ്മീർ. ധാരാളം ചുരങ്ങൾ കയറിയാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. പണി തീർന്നതും പണി പൂർത്തിയാകാത്തതുമായ ധാരാളം ചുരങ്ങൾ കാണാൻ പറ്റി.
അങ്ങനെ ഞങ്ങൾ രാവിലെ ജമ്മു കട്രയിൽ നിന്നും പുറപ്പെട്ട് സന്ധ്യയോടുകൂടി ശ്രീനഗറിലെത്തി. ഈ സമയം സൂര്യൻ താഴ്ന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അസ്തമയത്തിൻ്റെ ആ ചുവപ്പും നിറവുമെല്ലാം എല്ലാവരും വേണ്ടുവോളം ആസ്വദിച്ചു. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയി.